ഹലോ, നമുക്ക് എല്ലാവർക്കും കൂടെ ബനാർഘട്ട് സൂ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടല്ലോ, ചെറിയ ചെറിയ ഔട്ടിംഗ് അല്ലാതെ ഒരു വലിയ ഔട്ടിങ്ങിന് പോയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ സൂല് വെച്ചിട്ട് തന്നെ നമുക്കൊരു ആരംഭം കുറിക്കും. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതാ കാണുന്ന എൻട്രൻസിലൂടെ അകത്തേക്ക് കിടക്കാം. അതായത് നമുക്ക് ഇവിടെ കാണാം, കുറച്ച് കടകളൊക്കെ കാണാം. അകത്തേക്ക് കടക്കുമ്പോൾ അധികം കടകളില്ലാന്ന് തോന്നുന്നുണ്ട്. സഫാരി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവര് ഒരു ചെറുതായിട്ട് എല്ലാ സ്നാക്സ് ഒക്കെ കൈപിടിച്ചാൽ കൊള്ളാം. ഞങ്ങൾ ഇറങ്ങിയ ദിവസം ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ ഇതേ കാണുന്ന സ്ഥലത്ത് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ബാഗൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് അകത്തേക്ക് വിടുക. ഇവിടെ സ്ക്രീനിലൊക്കെ കാണാം ടിക്കറ്റിന്റെ റേഞ്ചൊക്കെ. ഇവിടെ രണ്ട് ഏരിയ ഉണ്ട്, ഒന്ന് ക്യാഷും കാർഡും കൊടുക്കുന്ന ഏരിയ, പിന്നെ നമ്മുടെ ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു സ്ക്രീനും ഉണ്ട് ഇവിടെ. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നോൺ എ സി ബസ്സാണ്, ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എ സിയുള്ള ബസ്സും ഉണ്ട്, അവൈലബിൾ ആണ്. ഞങ്ങൾ ബസ്സിൽ കയറുമ്പോഴേക്കും ഓൾമോസ്റ്റ് സീറ്റൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഡ്രൈവറിന്റെ ഭാഗത്താണ്. ഡ്രൈവർ പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, ലെഫ്റ്റിക്ക് നോക്കൂ റൈറ്റിക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി കാണാൻ പോകുന്ന സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ യാത്രയിൽ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇവർക്കൊക്കെ നല്ല ഉറക്കമാണ്. ഞങ്ങൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇവർ ഉറങ്ങുന്ന സീനുകളാണ് ഞങ്ങൾക്ക് കാണണമെങ്കിൽ. ഇനി കാണാൻ പോകുന്നത് ഭയങ്കര ടെററായിട്ടുള്ള കാഴ്ചയാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ബസ്സിന്റെ അടുത്തുകൂടെ പോയത്. അയ്യോ, പെട്ടെന്ന് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡോർ എങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലോ നമ്മുടെ എല്ല് കഷ്ണങ്ങൾ മാത്രം ബാക്കിയായി. ഭാഗ്യത്തിന് ഇവിടെ വയലൻസ് ഒന്നും നടന്നില്ല. ഈ കഥാപാത്രങ്ങളൊക്കെ ശാന്തരായിട്ടിരിക്കുകയാണ്. ഇവിടെ സഫാരി മാത്രമല്ല, നോർമൽ ആയിട്ടുള്ള സൂല് ഇവരെ കാണാൻ പറ്റും. സഫാരി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു വിധായി, കാരണം ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല സ്നാക്സ് ഒന്നും. അതുകൊണ്ട് തന്നെ ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ട് തലവേദന ഒക്കെ വന്നു. ചെറിയ പിള്ളേർക്കൊക്കെ ഈ സഫാരി ഭയങ്കര ഇഷ്ടമായിരിക്കും, കാരണം ഞങ്ങളുടെ ബസ്സിൽ തന്നെ കുറെ പിള്ളേർ ഓളിയിടായിരുന്നു. അവർക്ക് ഇഷ്ടമായിട്ട് ഞങ്ങൾ സൂഫി മന്തിയിൽ പോയി നല്ല അസൽ ഫുഡ് കഴിച്ചു. ഓരോ യാത്ര കഴിയുമ്പോഴും ഇങ്ങനെ വയറ് നിറച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ആ യാത്ര അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ഔട്ടിംഗ് ഇതാ അവസാനിച്ചിരിക്കുന്നു. ബൈ.